വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്, സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഒപ്പം നിരവധി മാധ്യമ പ്രവർത്തകരടക്കം അവിടെ കൂടിയിട്ടുണ്ട്. ഒപ്പം അവിടെ നിന്നും നമ്മുടെ പ്രതിനിധി കമലേഷ് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, മെയ് 2-നാണ് ഇനി കമ്മീഷനിങ്. അപ്പോൾ അതുവരെയുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെ? വർഷ, തീർച്ചയായും LDF സർക്കാരിനെ സംബന്ധിച്ചൊരു അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. അതിൻ്റെ കമ്മീഷനിങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മെയ് 2-ന് അത് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്നു. അതിന് മുന്നോടിയായി മുഖ്യമന്ത്രി നേരിട്ടെത്തി ഇവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. എത്രത്തോളം ഇതിൻ്റെ ഒരുക്കങ്ങൾ എത്രത്തോളം പൂർത്തിയായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വിലയിരുത്തുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇതിൻ്റെ പുലിമുട്ടടക്കമുള്ള ഈ പ്രദേശങ്ങളുടെ സൗകര്യങ്ങൾ, ഇതിൻ്റെ ബർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റെല്ലാ കാര്യങ്ങളും, അതായത് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു ഇതിനോടകം. ഇനിയിപ്പോൾ ഔദ്യോഗികമായ ഒരു കമ്മീഷനിങ് മാത്രമാണ് നടക്കാനിരിക്കുന്നത്. മെയ് 2-ന് അത് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്നു. ഈ പുലിമുട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 2700 മീറ്റർ ആണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. 3 കിലോമീറ്ററാണ് ഇതിൻ്റെ ആകെ നീളം. ഇനിയിപ്പോൾ ഒരു 300 മീറ്റർ കൂടി ഇതിൻ്റെ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അതുകൂടി പൂർത്തിയാവാനുണ്ട്. അടുത്ത ഫേസിലേക്ക് അത് 4 കിലോമീറ്റർ എന്നുള്ള നിലയിലേക്കായിരിക്കും ഈ പുലിമുട്ടിൻ്റെ നീളം എന്നത് പ്രധാനമായും. ഇപ്പോൾ 800 മീറ്ററാണ് ഇതിൻ്റെ ബർത്തിൻ്റെ നീളം നിലവിലിപ്പോൾ ഉള്ളത്. അത് അടുത്ത ഫേസിലേക്ക് വരുമ്പോൾ അത് 800 മീറ്റർ കൂടി വരും. ആ നിലയിൽ അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിക്കുന്നു. ഏതായാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഏതായാലും അതിൻ്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി അത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നിലയിൽ നേരത്തെ തന്നെ, അതായത് മുഖ്യമന്ത്രി നേരത്തെ അദ്ദേഹം ഇതിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനത്തിൻ്റെ സമയത്തടക്കം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലടക്കം അദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ചത് വലിയ ഒരു നേട്ടം, അതും നമ്മൾ സാധിച്ചു എന്നതാണ് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിലേക്ക് ഒരു അഭിമാന പദ്ധതിയായി തന്നെയാണ് LDF സർക്കാർ ഈ പദ്ധതിയെ കാണുന്നത്. നേരത്തെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും പല തരത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ടത് നടക്കാതെ പോവുകയായിരുന്നു. എന്നാൽ LDF സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിത വേഗത്തിൽ മുന്നോട്ട് പോയത്. ഇപ്പോഴത് പലരും നടക്കില്ലെന്ന് പറഞ്ഞ ഒരു പദ്ധതി അത് പൂർത്തിയാകാൻ പോവുകയാണ്. മെയ് 2-ന് അത് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ്. എന്തായാലും അതിൻ്റെ അവസാനമട്ട മിനുക്കുപണികളാണ് പുരോഗമിക്കുന്നത്. അക്കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കുടുംബസമേതമാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. ഭാര്യ കമല, അതുപോലെ തന്നെ മകൾ വീണയുടെ മകൻ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. ആ നിലയിലാണ് സന്ദർശനം പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയാണ്. ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് കമലേഷ്. ഇനി 2028 തുറമുഖത്തിന്റെ എല്ലാ ഘട്ട പ്രവർത്തനങ്ങളും പൂർത്തിയാക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു വാണിജ്യ കവാടമായി വിഴിഞ്ഞം ലോകത്തിന് മുന്നിൽ തന്നെ മിഴി തുറക്കുകയാണല്ലേ? വർഷ, തീർച്ചയായും വിഴിഞ്ഞത്തെ സംബന്ധിച്ച് രാജ്യത്തെ മറ്റ് തുറമുഖങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വലിയ ഒരു തുറമുഖം എന്ന് തന്നെ അതിനെ പറയാം. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ മദർഷിപ്പുകൾക്ക്, അതായത് വലിയ കപ്പലുകൾക്കടക്കം ഇവിടെ എത്താൻ കഴിയുന്ന, ഇവിടെ എത്തി അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന നിലയിലുള്ള ഒരു സ്വാഭാവിക ആഴം, അതാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റിടങ്ങളിലൊക്കെ ഈ ആഴം കൂട്ടുന്ന ജോലികളടക്കം നടത്തേണ്ട കാര്യമുണ്ട്. പക്ഷേ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഇതിൻ്റെ സ്വാഭാവിക ആഴമാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വലിയ മദർഷിപ്പുകൾക്കടക്കം ഇവിടെ എത്തി ചരക്ക് ഇറക്കാനും കയറ്റാനും കഴിയുന്ന നിലയിലേക്ക് തന്നെ ഉള്ള ഒരു സാഹചര്യം ഇവിടെ വിഴിഞ്ഞത്തുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വിഴിഞ്ഞത്തിൻ്റെ ഈ കടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തിരയടിക്കുന്നത്, അതായത് പല സീസണുകളിൽ അതിൽ മാറ്റമില്ലാത്ത നില ഒരേ രീതിയിലാണ് ഇതിൻ്റെ ഒരു കടലിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുലിമുട്ടിനെ സംബന്ധിച്ച് ഇത്രയും നീളത്തിലുള്ള പുലിമുട്ട് ഈ തിരയടിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരമൊരു എഞ്ചിനീയറിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. അതിലും മറ്റ് പ്രയാസങ്ങളില്ലാതെ തന്നെ വിഴിഞ്ഞത്തിന് സുഗമമായി അതിൻ്റെ കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. വിഴിഞ്ഞത്തിൻ്റെ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ഗുണങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി, അല്ലെങ്കിൽ ആഗോള ചരക്ക് ഗതാഗതത്തിൻ്റെ ഒരു
പ്രധാനപ്പെട്ട ഏരിയയായി ഈ വിഴിഞ്ഞം മാറുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്തെ ചരക്ക് ഗതാഗതം എന്ന് പറയുന്നത് വലിയ അതായത് ചെറു ഷിപ്പുകളിൽ നിന്ന് ഈ വലിയ മദർ ഷിപ്പുകൾക്ക് ഇങ്ങോട്ട് അടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് രാജ്യത്ത്. അത് മറ്റിടങ്ങളിൽ രാജ്യത്തിൻ്റെ തൊട്ടടുത്തുള്ള മറ്റ് രാജ്യങ്ങളുടെ അടക്കം പോർട്ടുകളിൽ എത്തിച്ചാണ് അത് മദർ ഷിപ്പുകളിലേക്ക് കയറ്റുന്ന സാഹചര്യം നിലവിലുള്ളത്. പക്ഷേ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വലിയ മദർ ഷിപ്പുകൾക്കടക്കം നേരിട്ട് ഇവിടെ എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. രാജ്യത്തെ മറ്റ് തുറമുഖങ്ങളിൽ നിന്നടക്കം ഇത്തരത്തിലുള്ള ചെറു ഷിപ്പുകൾക്ക് ഇവിടെ എത്തുകയും ഈ മദർ ഷിപ്പുകളിലേക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ ചരക്ക് കയറ്റി കൊണ്ടുപോകാനും കഴിയുന്ന സാഹചര്യം വിഴിഞ്ഞത്തുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ സംബന്ധിച്ച് വിഴിഞ്ഞം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ്. അതിൻ്റെ കമ്മീഷനിങ് ആണ് മെയ് 2-ാം തീയതി നടക്കാൻ പോകുന്നത്. LDF സർക്കാരിനെ സംബന്ധിച്ചും അഭിമാനകരമായ ഒരു മുഹൂർത്തമായിരിക്കും ആ നിമിഷം എന്ന കാര്യത്തിൽ തർക്കമില്ല. വർഷ അവിടെയാണ് ഈ റോഡ് റെയിൽ കണക്ടിവിറ്റി ഒക്കെ പ്രാവർത്തികമാക്കി ചരക്ക് ഗതാഗതം സുഗമമാക്കുമ്പോൾ അത് വിഴിഞ്ഞം തുറമുഖം വ്യാവസായിക മേഖലയ്ക്ക് തുറന്നു കാട്ടുന്ന ഒരു വികസന സാധ്യത അത് എടുത്തു പറയേണ്ടതാണ്. കമലേഷ്, ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരുമായൊക്കെ ചർച്ച പൂർത്തിയായിട്ടുണ്ടോ? വിവരങ്ങൾ. വർഷ അല്പസമയം മുൻപാണ്, അതായത് ഒരു 10 മിനിറ്റ് മുൻപാണ് മുഖ്യമന്ത്രി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഈ പുലിമുട്ട് ഭാഗത്താണ്, അതായത് ഈ വിഴിഞ്ഞം തുറമുഖ അധികൃതർ ഏർപ്പെടുത്തിയ പ്രത്യേക വാഹനത്തിൽ മാധ്യമപ്രവർത്തകരെയെല്ലാം ഈ പുലിമുട്ട് ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പ ദൂരത്തേക്ക്, അതായത് 2-3 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് സഞ്ചരിച്ച് വേണം ഇങ്ങോട്ട് എത്താൻ വേണ്ടി. ആ നിലയിലാണ് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും ഇവിടെ എത്തി ഈ പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തുകയാണ്. മറ്റു കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. ഇതിൻ്റെ എത്രത്തോളം ഈ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്, എത്രത്തോളം അതിൻ്റെ കാര്യങ്ങൾ അത് പൂർത്തിയായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം അതിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസിൽ ചർച്ച പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ ബർത്ത് അടക്കമുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പുലിമുട്ടിൻ്റെ ഭാഗത്താണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 3 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. നിലവിൽ ഈ ആദ്യ ഘട്ടത്തിൽ 3 കിലോമീറ്ററാണ്. അതിൻ്റെ 2700 മീറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഒരു 300 മീറ്റർ കൂടി ബാക്കിയുണ്ട്. അതുകൂടി വളരെ പെട്ടെന്ന് പൂർത്തിയാകും. അടുത്ത ഫേസിൽ അത് 4 കിലോമീറ്ററായി ഇതിൻ്റെ നീളം വർദ്ധിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ പുലിമുട്ടടക്കമുള്ള പ്രദേശങ്ങൾ മുഖ്യമന്ത്രി ഈ മീറ്റിങ്ങിന് ശേഷം, യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി എത്തി ഈ പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ചരക്ക് ഷിപ്പുകൾ, കപ്പലുകൾ അടുപ്പിച്ചിട്ടുള്ള ഈ ബർത്തും അതിൻ്റെ അവിടുത്തെ മറ്റ് സൗകര്യങ്ങളും എല്ലാം തന്നെ മുഖ്യമന്ത്രി നേരിട്ട് പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തുകയാണ്. അല്പസമയത്തിനകം അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വർഷം അതാണ് ഈ മെയ് 2-നാണ് കമ്മീഷനിങ്. അപ്പോൾ അതിന് മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും അതേ അടുക്കും ചിട്ടയോടും കൂടി തന്നെയാണ് നടക്കുന്നത്, അല്ലേ? വർഷ തീർച്ചയായും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അത് പൂർണ്ണ തോതിൽ വിഴിഞ്ഞം തുറമുഖം അത് പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. പക്ഷേ ഇനിയിപ്പോൾ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കമ്മീഷനിങ് മാത്രമാണ് ഇനി നടക്കാനുള്ളത്. മറ്റെല്ലാ കാര്യങ്ങളും പൂർണ്ണ തോതിൽ ഇവിടെ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും അവസാനം, അതായത് ഇനിയിപ്പോൾ ഏതാനും നാളുകൾ മാത്രമാണ് അതിൻ്റെ കമ്മീഷനിങ്ങിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ മെയ് 2-നാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്. അതുവരെയുള്ള എല്ലാ ഒരുക്കങ്ങളും വിലയിരുത്താൻ മുഖ്യമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തി ഉദ്യോഗസ്ഥരുമായൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട്. വിവരങ്ങളാണ് കമലേഷ് നൽകിയത്.